ഈ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പം കാറൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോയി നിൽക്കും. ആ അന്ത്രുഖാന്റെ വൈഫാണ് ഇപ്പൊ നമ്മളായിട്ട് സംസാരിക്കാൻ പോണത്. രണ്ട് ഭാഗവും കുറച്ച് വീതി കൂട്ടിയിട്ട് റോഡ് എടുക്കണ്ടോ. 56 കോടി രൂപ. പിന്നെ വലിയ നടന്ന ഹലോ അസ്സാം വലൈക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ലത്തി ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് തിരൂർ കൂട്ടായിലേക്ക് പോണ റൂട്ടിലാണ്. അതായത് നായർത്തോട് പാലത്തിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ പോണ കൂട്ടായി അഴിമുഖത്തിലാണ് പോണത്. അപ്പോൾ ഈ പോണ വഴിയിൽ തന്നെയാണ് ഈ ഒരു പാലം വരുന്നത്, ഉദ്ഘാടനം വരുന്നത്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു പാലം വരാൻ. നാട്ടുകാരെയും വണ്ടിക്കാരും എല്ലാവരും ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു പാലം വരാൻ വേണ്ടി. ഇപ്പൊ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാല് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടെ എല്ലാം ബസ് സർവീസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. നായർത്തോട് പാലത്തിന്റെ എൻട്രൻസ് ഇതിൽ കൂടെ ഉണ്ടോ പോവാ. അപ്പൊ നമുക്ക് ഇതിനോട് പോയി എഴുതാം. അവർക്ക് കുറേ വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ കുറേ ആൾക്കാരും അങ്ങോട്ട് പോകുന്നുണ്ട്. ഉദ്ഘാടനം 4 മണിയാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് റോഡും കൂടി ക്ലിയർ ചെയ്താലാണ് ഇതിൽ കൂടെയുള്ള ബസ് സർവീസൊക്കെ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് വീതി കുറവുണ്ട്. ഇതെല്ലാം റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട്. പാലത്തിലേക്ക് പോണ വഴിയാണിത്, അതായത് ഈ റോഡാണിത്. ഇപ്പത്തുള്ള സൈഡിലുള്ള എല്ലാവിധ മരങ്ങളെല്ലാം വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇനി കുറച്ചും കൂടിയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ പൊതുയോഗം ഉണ്ട്. പൊതുയോഗം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. പാലം അതാ ആ കാണുന്നതാണ് പാലം. അപ്പോൾ എല്ലാ വണ്ടികളെല്ലാം അവിടെ വന്നിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അതിൻ്റെ കൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് പോണത്. ഈ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പം നടത്താൻ പോണത്. അപ്പോൾ ഒരുപാട് ആൾക്കാരും മന്ത്രിമാരും എല്ലാവരും വരുന്ന ഒരു അടിപൊളി ഒരു പരിപാടിയാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഹലോ, ഉദ്ഘാടനം കാണാൻ വന്നാൽ ഇവിടെ തന്നെയാണോ? ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്കോപ്പൊക്കെ ഉള്ള, അതായത് ടൂറിസ്റ്റിന് ഒരുപാട് വാല്യൂ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു നായർത്തോട്. അതേപോലെ തന്നെ പൂക്കായി അഴിമുഖം ആ ഒരു ഏരിയ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുട്ടനാടൊക്കെ പോലത്തെ ഒരു അടിപൊളി ഒരു കായലും അതേ പാലം ഒക്കെ ആയിട്ടിപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞാൽ ഈ പാലൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല ടൂറിസം നന്നായിട്ട് ഡെവലപ്പ് ആവും. അതേപോലെ തന്നെ ഈ നാടും നാട്ടുകാരും മൊത്തത്തിലാണ്ട് ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിൽ കൂടെ ലോങ് റൂട്ടിലുള്ള ബസ് സർവീസ് എല്ലാം ഓടാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹലോ ഹലോ ഹായ്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു പാലമാണ്, അതായത് നായർത്തോട് പാലം കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. അങ്ങനെ ഫൈനലി നമ്മളിത് ഈ ഒരു എൻട്രൻസിൻ്റെ, അതായത് ഈ പാലത്തിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഉദ്ഘാടനം നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകളെല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. ആ വണ്ടികളെല്ലാം ഈ ഒരു ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിലും ആളിലും എല്ലാവരും കൂടി പാലത്തിൻ്റെ മുകളിലേക്ക് പോകണ ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പം നമ്മളെ നാട്ടിലുള്ള ഇവിടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഈ പാലത്തിന്റെ ഒരു ഉദ്ഘാടനത്തിനെ പറ്റിയിട്ട് എന്താണ് 2 വാക്ക്? അതിന് നല്ല കാര്യഗൗരവമായിട്ട് പറയും. എളുപ്പത്തിൽ അങ്ങോട്ട് പുഴ അടക്കാൻ പെട്ടെന്ന് എത്തല്ലേ. ഇതിപ്പോ ചെമ്പ്രവട്ട ഇവിടെ എത്താം. കാവിലക്കാടില്ല, ഇത് നേരെ പോണേ കാവിലക്കാട് കണ്ട. കാവിലക്കാട് നിന്ന് നേരെ ചെമ്പ്രവട്ടം കടന്ന് അങ്ങനെ ഗുരുവായൂർ അങ്ങനെ എറണാകുളം അങ്ങോട്ടൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യമായിട്ടുള്ള ഒരു റൂട്ടായിട്ട് മാറാൻ സാധ്യത കണ്ടിട്ടത്. പടക്കം പൊട്ടുന്നു. ഇതാ ഇവിടെയാണ് ഉദ്ഘാടനം നടക്കുന്നത് കേട്ടോ. ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടോ, ഇവിടെ പൊട്ടലൊക്കെ ഉണ്ടതാ. ഈ ഒരു റിബൺ കട്ട് ചെയ്ത് അവിടെ പോകും. അതാണ് ഞാനിങ്ങനെ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്.
പാലത്തിന്റെ ഉദ്ഘാടനമാണ് ഗായ്സ്. അല്പസമയത്തിനകം നടക്കും. മുഴുവൻ ആളുകളും ഉദ്ഘാടനം ചെയ്യുന്ന ആ റിബൺ പിറകിലേക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷം ഒരുപാട് കാലത്തെ പ്രദേശത്തെ ആളുകളുടെ ആഗ്രഹമാണ്, അതിൻ്റെ ഒരു ആഘോഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നായർത്തോട് പാലം 56 കോടി രൂപ കിഫ്ബിയിലൂടെ ചെലവിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ദേശീയ കോസ്റ്റൽ അതോറിറ്റിയുടെ അനുമതി ലഭിക്കുക എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട പ്രതിബന്ധം. അതിനെല്ലാം നമ്മൾ മറികടന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇതിനാവശ്യമായിട്ടുള്ള പണം അനുവദിച്ചത്. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് പണി ആരംഭിച്ചു. ഇപ്പോഴിതാ അത് പൂർത്തീകരണത്തിലേക്ക് പൂർത്തിയായി. ഭാരതത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അപ്പോൾ ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ പൂർത്തീകരണവും കൂടിയാണ്.
നായർത്തോട് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങളിതാ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടി പോണ കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഒരു കാഴ്ചയാണ്, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കൂടെയുള്ള ഇവിടുത്തെ നാട്ടിലെ കുട്ടികളാണ് കേട്ടോ. അവർ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നമ്മൾ പിന്നാലെ ഇങ്ങനെ വന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഈ പുഴൻ്റെ അരികിലുള്ള ഈ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നല്ല ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതാ നമ്മൾ ഈ ഒരു പാലത്തുമ്മ കൂടി ഇങ്ങനെ നടന്ന് ഈ ഒരു മറ്റേ അറ്റത്ത് എത്താനുള്ളൊരു വ്യഗ്രതയിൽ ഓടുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. നമ്മൾ കുട്ടനാട്ടിലൊക്കെ പോയ പോലത്തെ ഒരു കാഴ്ചയാണ് ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ നടന്ന് പോകാനുള്ളൊരു സൗകര്യവും കൂടിയുണ്ട്. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം സോളാറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉള്ളത് കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് വർക്കും കൂടി ഇതിൽ നടക്കാനുണ്ട് കേട്ടോ. അപ്പം ആ വർക്കും കൂടിയൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാലം പൊളിയാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു നാട്ടുകാർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി മാറും തോന്നുന്നു. ഇത് നമുക്ക് ഇവിടെ മിഠായി വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ പേര് വരുന്നത് അന്ത്രുക്ക പാലം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതായത് നായർത്തോട് പാലം. അപ്പം ഈ ഒരു പേര് വരാനുള്ള പ്രധാന കാരണം ഈ അന്ത്രുക്ക എന്ന് പറഞ്ഞ ആൾ ഈ നാട്ടിനും നാട്ടുകാർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് വർഷക്കാലം ഇവിടെ പഞ്ചായത്ത് മെമ്പറോ എന്തോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു പുള്ളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പാലം വരാനും ഇങ്ങനത്തെ ഒരു റോഡ് ഇതിൽ കൂടെ കടന്നു പോകാനൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ പടക്കം പൊട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പടക്കം പൊട്ടുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇരുടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെയിലായതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. ഇരുടാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ നല്ല വെടിക്കെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ലൈറ്റിന്റെ ഒരു പ്രശ്നം കണ്ടിട്ട് നല്ല ചൂടാണ്. ഇതാ ഇവിടെ വെടിക്കെട്ടിന് മൊത്തത്തിൽ കൊടുക്കാം. ഇവിടെ ഗുണ്ട കണ്ടിട്ടോ, ലൈറ്റിന്റെ ഒരു പ്രശ്നം കണ്ടിട്ട് നല്ല ചൂടാണ്. ഇതാ ഇവിടെ വെടിക്കെട്ടിന് മൊത്തത്തിൽ കൊടുക്കാം. ഇവിടെ ഗുണ്ട കണ്ടിട്ടോ. രാജേഷ് തുടങ്ങിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തി, പുറത്തൂരിൻ്റെ ദീർഘകാല സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ ഈ നായർത്തോട് പാലം എന്ന് പറയുന്നത്. നമുക്കറിയാം, കിഴക്കൻ മേഖലയെയും പടിഞ്ഞാറൻ മേഖലയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഞ്ചായത്ത് ഓഫീസുകളിലേക്കായാലും വില്ലേജ് ഓഫീസിലേക്കായാലും കൃഷിഭവനായിട്ട് കയറിയിട്ടാണ് അവർ പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മത്സ്യബന്ധനമായാലും മറ്റ് വികസന പ്രവർത്തനങ്ങളായാലും ജില്ലാ പഞ്ചായത്ത് അംഗം ആരതി പ്രദീപ് അദ്ദേഹത്തിന് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം ഇത്ര കളറാക്കിയിട്ടുള്ള ഈ ഒരു ടീമാട്ടാ, അതായത് ശിവഗംഗ കാവിലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് ഗ്രൂപ്പാണ്.
അടിപൊളി സെറ്റിട്ടാ. അപ്പൊ ഇതിൽ ഇവര് 10 ആളേ ഉള്ളൂ, പക്ഷെ ടോട്ടൽ വരുന്ന 16 ആളായിട്ടുണ്ട്. തന്നെ അടിപൊളി കോസ്റ്റ്യൂം, അടിപൊളി ഡാൻസ്. അതേപോലെ തന്നെ നല്ല വെയിലത്താണ് ഇവർ ഡാൻസ് കളിച്ചത്. സമ്മതിക്കാതിരിക്കാതെ പറ്റില്ല, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവളൊക്കെ ഇങ്ങനെ തകർച്ചയുണ്ട്. അതേമാതിരി ചേച്ചിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മളെ ഈ ഒരു നായർത്തോട് അന്ത്രുക്ക പാലം, അതാണ് ഈ പാലത്തിന്റെ പേര് കേട്ടോ. പാലത്തിന്റെ മുകളിൽ കൂടി വണ്ടികളെല്ലാം പാസ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുപിടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവരോട് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ചോദിച്ചത്. ആ പാലം അടിപൊളിയാക്കണേ. ഏതായാലും പുറത്തൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം കൂട്ടായിക്കാണ് പോവാന് പടിഞ്ഞാറൊക്കെ പരിപാടിക്ക്. അപ്പോ അതും തുറന്നിട്ട് ഭയങ്കര ഇത് മറ്റേത് കാറൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോയി നിൽക്കും. അതെന്തായാലും വലിയൊരു ഉപകാരമാണ്. വലിയൊരു ഉപകാരം ജനങ്ങൾക്ക് തുറന്നിട്ട് വലിയൊരു ഉപകാരം. അതാണ് നമ്മൾ ആവശ്യം. ഇങ്ങനത്തെ ഒരു പാലം ഇവിടെ ഉണ്ടായത് വളരെ ഉപകാരമാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും. ഈ ഗവൺമെന്റ് ഇത് ഉണ്ടാക്കിയത് വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യമാണ് ചെയ്തത്. ഇതേ പാലത്തുമ്മ കൂടി വണ്ടി പോണത്, ആളിൽ പോണത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നാട്ടുകാർ കണ്ടതില്ല. ഹായ്, ഞങ്ങളെ പോട്ടതാ. അപ്പൊ എൻജോയ് ചെയ്യും എല്ലാരും. പാലത്തുമ്മ കൂടിയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി അടിപൊളി. വീട് ഞാൻ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് വീട്. അപ്പൊ ഒരു ആഗ്രഹമായിരുന്നില്ലേ? പിന്നെ വലിയ ആഗ്രഹം നടത്തുന്ന സംഭവം. ഓക്കെ, കാണാം. നല്ല ഉഷാറായിട്ടുണ്ട്. ഗവൺമെന്റ് അടിപൊളിയായി. അപ്പൊ കാറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാലത്തിന്മ കൂടി ഫസ്റ്റ് വരുന്ന കാറാണെന്നാ തോന്നുന്നത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ ഒരു ഉദ്ഘാടനം? വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഈ പാലത്തിന് കാരണക്കാരനായ അദുറാക്ക ഉണ്ടല്ലോ, അദുറാക്കന്റെ വൈഫാണ് ഇരിക്കുന്നത്. അദുറാക്ക തന്നെ നമ്മളെ പഴയ പ്രസിഡന്റിന്റെ ശ്രമഫലമായിട്ടാണ് പാലം ഉണ്ടായിട്ടുള്ളത്. അന്ത്രുഖാന്റെ വൈഫാണ് ഇപ്പൊ നമ്മളായിട്ട് സംസാരിക്കാൻ പോണത്. എങ്ങനെയുണ്ട് ഈ ഒരു നിമിഷത്തില് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ഫലത്തിന് കൊള്ളുന്ന രീതിയിൽ തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല. അന്ത്രുഖാന്റെ ഭാര്യയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ ഒരു നാട്ടുകാർക്ക് ഇങ്ങനെ ഇത്രയും ഇതില് ചെയ്തു കൊടുക്കാൻ പറ്റിയ ആ അന്ത്രുഖാന്റെ ഭാര്യനെ കാണാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. പിന്നെ ഇതുവരെയ്ക്ക് എന്തോ പറയാനുണ്ട് തന്നെ നാട്ടുകാർക്ക് എന്തോ പറയാനുള്ളത്? എന്താണ് നാട്ടുകാർക്ക് എന്തോ പറയാനുള്ളത്? ഇതൊരു വലിയ പ്രശ്നമാണിത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് അവിടെയാണ് പാലം വന്നോണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. നടന്നു പോകാൻ വേണ്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇവിടെ വില്ലേജ് ഓഫീസ് 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ. 13 കിലോമീറ്ററാണ് ചുറ്റി വളഞ്ഞത്. നമ്മൾ പഞ്ചായത്തിലേക്ക് പോയിരുന്നത്. അതായത് നമ്മുടെ പുറത്തൊരു പഞ്ചായത്തിന് 2 ഭാഗമായിട്ട് ഇവിടെ കിടന്നിരുന്നത്. അതിൽ 3 വാർഡ് ഇവിടെ, ബാക്കിയുള്ള വാർഡുകളെല്ലാം അവിടെ ആയിട്ട് കിടന്നിരുന്നത്. ഈ ഒരു പുഴ ഇതുകൊണ്ട് നമുക്ക് യാത്രാ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ പാലം വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തേക്കുള്ള മാറി. അത് കൂടാതെ തന്നെ നമുക്ക് പൊന്നാനി ആണെങ്കിലും ബാക്കിയുള്ള മേഖലയ്ക്ക് ബന്ധപ്പെടാനാണെങ്കിലും ഈ പാലം എന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആവുന്നതാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ എൻജോയ് കാര്യങ്ങളൊക്കെ രണ്ട് നാടുകൾ തമ്മിലൊന്ന് രണ്ട് നാടുകളും ഒരു നാടായി ഒറ്റ നാട്ടുകാരായി മാറിയ ഒരു കാഴ്ചയാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ഉപകാരമാണ് ഈ ഒരു പാലം വന്നതിനാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കും കാണാൻ പറ്റിയിട്ടുള്ളത്. നമ്മളാണെന്നുണ്ടെങ്കിൽ കുറെ കാലം ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടൊക്കെ ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ വണ്ടികളൊക്കെ പോണേ. എങ്ങനെയുണ്ട് പുതിയ പാലത്തിന്മ കൂടിയുള്ള? അടിപൊളിയാണ്. സൂപ്പറാണ്. സൂപ്പർ. ഞങ്ങളിവിടെ തന്നെയാണ്, ഞങ്ങള് നാട്ടുകാർ തന്നെയാണ്. ഇവിടെ ഒരാൾക്ക് എന്തോന്ന് പറയാണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. എന്തോ പറയാണ്ടേ? ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നിങ്ങൾ പൊളിച്ചിട്ടാ. നിങ്ങൾ സൂപ്പറാണ് കളി. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അതിൽ പെട്ടുപോയി. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. പണി കാണാൻ പറ്റിയാലും. ഓക്കെ, പുള്ളിക്കാരനാണ് നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ എടുത്ത് തന്നെ കേട്ടാ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ, സി യു, കാണാം. ഹായ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും അതേപോലെ തന്നെ നല്ല നല്ല യാത്രകളൊക്കെ എൻജോയ് ചെയ്യും. ഉഷാറാണ്. പിന്നെ വളരെയധികം ഉപകാരമുള്ള ഒരു പാലാണ്. സോളാർ പാനലെല്ലാം അപ്രോച്ച് റോഡിന്റെ വർക്ക് കുറച്ചും കൂടി ഉണ്ട്. കുറച്ചും കൂടെ തന്നെ റോഡിന്റെ വർക്ക് മാത്രം. അപ്രോച്ച് റോഡിന്റെ വർക്ക് ബാക്കിയൊക്കെ പിന്നെ തന്നെ 2 ഭാഗം കുറച്ച് വീതി കൂട്ടിയിട്ട് റോഡ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞാല് ഇത് ക്ലിയർ ആവും. എന്നാലും ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഓടാൻ വളരെ ഉപകാരമാണ്. ഈ ഒരു പാലത്തിന്റെ 2 സൈഡിലായിട്ട് നല്ല അടിപൊളി സ്പോട്ടാണ്. അതായത് 2 സൈഡിലും ഈ ഒരു കണ്ടൽ കാടുകളും അതേപോലെ തന്നെ തെങ്ങിൻതോപ്പും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് ടൂറിസം സാധ്യതയുള്ള
ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറം കുറേ ദേശാടന പക്ഷികളും കണ്ടൽ കാടുകളും ഇവിടെ ബോട്ട് സർവീസും എല്ലാം ചെയ്യാൻ പറ്റുക. അടിപൊളിയാണ്. നമ്മൾ ആലപ്പുഴ കുട്ടനാടൊക്കെ പോയ പോലത്തെ ഒരു പ്രതീതിയാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ റിസോർട്ടും അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ടൂറിസം കാര്യങ്ങളെല്ലാം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി വന്നു കഴിഞ്ഞാൽ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനത്തെ ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ സസ്യാവത്തെ അതേമാതിരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഓർക്കണം നമ്മൾ കേട്ടോ. പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത് കൂടുന്നതായതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളതിൽ പതുക്കാണ്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാലത്തിന്റെ കാഴ്ചകൾ. വണ്ടിയൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടും പാലത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടും വണ്ടിയിലൊക്കെ വന്ന് ഞങ്ങളുടെ പോണേ പാലത്തിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും. തീർച്ചയായിട്ടും കൂട്ടായി നായർത്തോട് പാലത്തിന്റെ ഈ ഒരു ഉദ്ഘാടനത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുള്ള എന്താ പറയുക പ്രാർത്ഥനയും ഒരുപാട് ആൾക്കാരുടെ ശ്രമം കൊണ്ടാണ് ഇങ്ങനെ ഒരു പാലം